നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ സെൻറ്റൻസുകളായിരുന്നു നോക്കിയത്. ഇന്ന് നമ്മൾ നോർത്തിലൊക്കെ കറങ്ങാൻ പോകുമ്പോൾ ഹോട്ടലിൽ റൂം എടുക്കാൻ ആവശ്യമായിട്ടുള്ള വാചകങ്ങൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയേണ്ടതെന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റിനോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യം ഒരു ഹോട്ടലിൽ കയറി ചെല്ലുമ്പോൾ അവർ ഒരു വിഷ് ചെയ്യും നമ്മളെ, അല്ലേ, ഗുഡ് മോർണിംഗ് എന്താണെന്ന് വെച്ചാൽ. അത് കഴിഞ്ഞ് അവരെന്തോ ചോദിക്കുന്നത്, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? മേ ആപ്കി ക്യാ സേവാ കർ സക്തി ഹൂം, അല്ലെങ്കിൽ മേ ആപ്കി ക്യാ സേവാ കരും, ഞാൻ നിങ്ങൾക്ക് എന്ത് സർവീസാണ് ചെയ്യേണ്ടത്? മേ ആപ്കി ക്യാ സേവാ കരും എന്നവർ ചോദിക്കും. അപ്പോൾ എനിക്കൊരു മുറി വേണം, അതായിരിക്കും നമ്മൾ പറയുന്നത്, അല്ലേ. മുച്ചേ കമര ചായേ, മുറി എന്ന് പറഞ്ഞാൽ കമര, മുച്ചേ കമര ചായേ. അപ്പോൾ അവർ ഏതെങ്കിലും മുറി ഒഴിവുണ്ടോ നമ്മൾ ചോദിക്കും. ക്യാ കോയി കമര ഖാലിയേ, ഏതെങ്കിലും മുറി ഒഴിവുണ്ടോ അല്ലെ റൂമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്ന ക്യാ കോയി കമര ഖാലി ഹേ. ജരൂർ, തീർച്ചയായും, തീർച്ചയായും എന്നുള്ളതിന് ജരൂർ, ഉണ്ട് എന്ന് പറയുകയാണ്. എങ്ങനെയുള്ള മുറിയാണ് വേണ്ടത്? അവർ നമ്മളോട് ചോദിക്കുക, എങ്ങനെയുള്ള മുറിയാണ് നിങ്ങൾക്ക് വേണ്ടത്? കൈസാ കമര ചാഹിയേ. കൈസാ കമര എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള മുറി. ചാഹത്തെ ഹേ അല്ലെങ്കിൽ ചാഹിയേ, എങ്ങനെയുള്ള മുറിയാണ് നിങ്ങൾക്ക് വേണ്ടത്? കൈസാ കമര ചാഹിയേ. സിംഗിളാണോ ഡബിളാണോ, അതാണ് ചോദ്യത്തിനർത്ഥം. സിംഗിൾ കമര ചാഹിയേ, അപ്പോൾ നമ്മൾ പറയും സിംഗിൾ മുറിയാണ് വേണ്ടത്, ഒറ്റയാൾക്ക് തനിയെ താമസിക്കുന്ന മുറിയാണ് വേണ്ടത്, സിംഗിൾ കമര ചാഹിയേ. വാടക എത്രയാണ്? കിരായ ക്യാഹേ, കിരായ എന്ന് പറഞ്ഞാൽ വാടക. വാടക എത്രയാണ്? കിരായ ക്യാഹേ അല്ലെങ്കിൽ കിരായ കിത്നാഹേ എന്നും ചോദിക്കാം. ദിവസവും 1000 രൂപ, 1000 റുപ്പേ പ്രതിദിൻ. ദിവസവും എന്നുള്ളതിന് പ്രതിദിൻ, 1000 റുപ്പേ പ്രതിദിൻ. ഇത് വളരെ കൂടുതലാണ്. എ ബഹുത് ജ്യാദാ ഹേ, കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? തോടാ കം കർ സക്തേ ഹോ, തോടാ കം കർ സക്തേ ഹോ. കഴിഞ്ഞ മാസം ഇതിലും കുറവായിരുന്നു, അതെങ്ങനെ പറയും? പിछले മഹീനെ, കഴിഞ്ഞ മാസം. പിछले മഹീനെ ഇസ്സേ കം ഥാ, ഇതിലും കുറവായിരുന്നു. പിछले മഹീനെ ഇസ്സേ കം ഥാ. ഇല്ല, ഇപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് കൂടിയത്. ഹി സർ, അഭി സീസൺ ഹേ ഇസ്ലിയെ ബഡ് ഗയാ, അഭി ടൂറിസം കാ ടൈം ഹേ, അതുകൊണ്ടാണ് കൂടിയത്. അഭി സീസൺ ഹേ ഇസ്ലിയെ ബഡ് ഗയാ ഹേ. എനിക്ക് മുറി കാണാൻ പറ്റുമോ? ക്യാ മേ കമര ദേഖ് സക്താ ഹൂം. എനിക്ക് മുറി കാണാൻ പറ്റുമോ എന്നുള്ളതിന് ക്യാ മേ കമര ദേഖ് സക്താ ഹൂം. താങ്കൾ എത്ര ദിവസം താമസിക്കും? ആപ് കിത്നെ ദിൻ രഹേംഗെ അല്ലെങ്കിൽ ആപ് കിത്നെ ദിൻ രുക്കേംഗെ, രണ്ടും ശരിയാണ്. 2 ദിവസം, അതിന് ദോ ദിൻ. ദോ ദിൻ എന്ന് പറഞ്ഞാൽ 2 ദിവസം. ചെക്ക് ഔട്ട് ടൈം എത്രയാണ്? ആപ്കാ ചെക്ക് ഔട്ട് ടൈം ക്യാ ഹേ, അല്ലെങ്കിൽ ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തോ, നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് പോകേണ്ട സമയം. അതിനിങ്ങനെയും പറയാം, കമര ഖാലി കർണേ കാ സമയ് ക്യാ ഹേ. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുക, അതായത് കമര ഖാലി കർണേ കാ ടൈം ക്യാ ഹേ, അല്ലെങ്കിൽ ആപ്കാ ചെക്ക് ഔട്ട് ടൈം ക്യാ ഹേ, രണ്ടും നമുക്ക് ചോദിക്കാം. രാവിലെ 10 മണി, സുബഹ് 10 ബജെ, രാവിലെ 10 മണി. സിറ്റി കറങ്ങാനുള്ള വണ്ടി അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഹോട്ടലുകാരോട് ചോദിക്കുക. ക്യാ ആപ് ഷഹർ ഘൂംനെ കെ ലിയെ ഗാഡി കാ ഇന്തജാം കർ സക്തേ ഹേ. ഷഹർ ഘൂംനെ കെ ലിയെ എന്ന് പറഞ്ഞാൽ സിറ്റി കറങ്ങാൻ വേണ്ടി, ഗാഡി കാ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ, അറേഞ്ച് ചെയ്യുക എന്നുള്ളതിന് ഇന്തജാം കർണ എന്ന് പറയും. ഇന്തജാം കർ സക്തേ ഹേ. ക്യാ ആപ് ഷഹർ ഘൂംനെ കെ ലിയെ ഗാഡി കാ ഇന്തജാം കർ സക്തേ ഹേ എന്ന് നമ്മൾ ചോദിക്കുക. ഇനി ID കാർഡ് കാണിക്കൂ. ID കാർഡ് ദിഖാവോ. ഇവിടെ പേരും അഡ്രസ്സും എഴുതി ഒപ്പിടൂ. ഇവിടെ എന്നുള്ളതിന് ഇധർ ആപ്കാ നാം ഔർ പത, പേരും അഡ്രസ്സും. ലിക്കർ സൈൻ കീജിയെ അല്ലെങ്കിൽ സഹി കീജിയെ, സഹി കീജിയെ എന്ന് പറഞ്ഞാൽ സൈൻ ചെയ്യാമെന്ന്. ഇധർ ആപ്കാ നാം ഔർ പത ലിക്കർ സൈൻ കീജിയെ. വാടക മുഴുവനും ഇപ്പോൾ തന്നെ അടയ്ക്കണോ? കിരായ പൂര അഭി ഹി ഭർനാ ഹേ ക്യാ. അഭി ഹി ഭർനാ ഹേ, ഇപ്പോൾ തന്നെ അടയ്ക്കണോ? കിരായ പൂര അഭി ഹി ഭർനാ ഹേ ക്യാ. ഇത് വേറൊരു രീതിയിലും ചോദിക്കാം. പൈസ ഇപ്പോൾ വേണോ അതോ പിന്നെ മതിയോ? പൈസേ അബ് ദൂം യാ ബാദ് മേം. പൈസേ അബ് ദൂം യാ ബാദ് മേം. അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ബാദ് മേം എന്ന് പറഞ്ഞാൽ പിന്നെ. താങ്കളുടെ മുറി 1ാമത്തെ നിലയിലാണ്. ആപ്കാ കമര പഹലി മഞ്ചിൽ മേ ഹേ. പഹലി മഞ്ചിൽ എന്ന് പറഞ്ഞാൽ 1ാമത്തെ നില. 2ാമത്തെ എന്നുള്ളത് ദൂസരി, 3ാമത്തത് തീസരി, ചൗഥി 4ാമത്തത്, 5വീ 5ാമത്തത്. ആപ്കാ കമര പഹലി മഞ്ചിൽ മേ ഹേ. താങ്കളുടെ മുറി 1ാമത്തെ നിലയിലാണ്.
താങ്കളുടെ താക്കോലെടുത്താലും ആപ്ക ചാബി ലീജിയേ, ആപ്ക ചാബി ലീജിയേ. ചാബി എന്ന് പറഞ്ഞാൽ താക്കോൽ. ഇവിടെ റൂം സർവീസ് ഉണ്ടോ? ഇധർ റൂം സർവീസ് ഹേ ക്യാ, ഇധർ റൂം സർവീസ് ഹേ ക്യാ. വെള്ളം കിട്ടുമോ? ഗരം പാനി മിലേഗാ ക്യാ, ചൂടുവെള്ളം കിട്ടുമോ? ഗരം പാനി മിലേഗാ ക്യാ. എനിക്ക് വൃത്തിയുള്ള പുതപ്പ് വേണം. മുझे സാഫ് ചാദർ ചാഹിയേ, മുझे സാഫ് ചാദർ ചാഹിയേ. ചാദർ എന്ന് പറഞ്ഞാൽ പുതപ്പ്. എൻ്റെ മുറിയുടെ താക്കോൽ എവിടെയോ കളഞ്ഞുപോയി, അല്ലെ പോയിട്ടുണ്ട്. മേരെ കമരേ കി ചാബി കഹി ഖോ ഗയിയേ. ഖോ ജാന എന്ന് പറഞ്ഞാൽ കളഞ്ഞു പോവുക, ഖോ ഗയി എന്ന് പറഞ്ഞാൽ കളഞ്ഞു പോയിട്ടുണ്ട്. മേരെ കമരേ കി ചാബി കഹി ഖോ ഗയി ഹേ. ദൂസര ചാബി ഹേ ക്യാ എന്ന് പറഞ്ഞാൽ വേറെ താക്കോൽ ഉണ്ടോ? ദൂസര ചാബി വേറെ താക്കോൽ, വേറെ താക്കോൽ ഉണ്ടോ? ദൂസര ചാബി ഹേ ക്യാ ഉണ്ടോ? ഞാൻ എൻ്റെ മുറി മാറാൻ ആഗ്രഹിക്കുന്നു. മേ അപ്ന റൂം അല്ലെങ്കിൽ കമര ബദൽന ചാഹത്താ ഹൂം, മേ അപ്ന കമര ബദൽന ചാഹത്താ ഹൂം. ബദൽന എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുക. ഞാൻ ഒരു ദിവസം കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. മേം ഏക് ഓർ ദിൻ രുക്ന ചാഹത്താ ഹൂം, മേ ഏക് ഓർ ദിൻ രുക്ന ചാഹത്താ ഹൂം. എനിക്കൊരു പുതിയ തോർത്ത് വേണം. മുझे ഏക് തോലിയ ചാഹിയേ. തോലിയ എന്ന് പറഞ്ഞാൽ തോർത്ത് അല്ലെ ടവൽ. മുझे ഏക് നയാ തോലിയ ചാഹിയേ. ബ്രേക്ക്ഫാസ്റ്റ് എവിടെ കിട്ടും? നാസ്ത കഹാ മിലേഗാ. എനിക്ക് തണുത്ത വെള്ളം വേണം. മുझे ठंडा പാനി ചാഹിയേ. ഇത് കുറച്ച് കൂടുതൽ തണുത്തതാണ്. ഏഹ് തോടാ ജ്യാദാ ठंडा ഹേ. ജ്യാദാ ठंडा എന്ന് പറഞ്ഞാൽ കൂടുതൽ തണുത്തത്. ഏഹ് തോടാ ജ്യാദാ ठंडा ഹേ. വളരെ കൂടുതൽ ചൂടെടുക്കുന്നു. ബഹുത് ജ്യാദാ ഗർമി ലഗ് രഹാ ഹേ. ഗർമി ലഗ്ന എന്ന് പറഞ്ഞാൽ ചൂടെടുക്കുക. ബഹുത് ജ്യാദാ ഗർമി ലഗ് രഹാ ഹേ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ ചൂടെടുക്കുന്നു, അല്ലെ ഭയങ്കര ചൂടെടുക്കുന്നു. ബഹുത് ജ്യാദാ ഗർമി ലഗ് രഹാ ഹേ, ചൂടെടുക്കുന്നു. ഭയങ്കര ചൂടെടുക്കുന്നു എന്ന് പറഞ്ഞാലും ബഹുത് ജ്യാദാ ഗർമി ലഗ് രഹാ ഹേ. മുറിയിൽ എ സി ഉണ്ടോ? ക്യാ കമരേ മേ വാതാനുകൂൽ ഹേ. എ സി എന്നുള്ളതിന് ഹിന്ദിയിൽ വാതാനുകൂൽ എന്നാണ് പറയുന്നത്. വാതാനുകൂൽ. ക്യാ കമരേ മേ വാതാനുകൂൽ ഹേ. ഇനി അങ്ങനെ പറയണ്ടെന്നുണ്ടെങ്കിൽ എ സി എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം. സംസാര ഭാഷയിൽ അതൊന്നും ഒരു വിഷയമല്ല. ക്യാ കമരേ മേ എ സി ഹേ, അല്ലെ എ സി ലഗായ ഹേ ക്യാ എന്നും ചോദിക്കാം. എ സി വെച്ചിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ ഹോട്ടൽ വിടുകയാണ്, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് പോവുകയാണ്. ഹം അഭി ഹോട്ടൽ ചോട് രഹേ ഹേ. ഹോട്ടലിൽ നിന്ന് പോവുക എന്നുള്ളതിന് ഹോട്ടൽ ചോട് രഹേ ഹേ. ഹം അഭി ഹോട്ടൽ ചോട് രഹേ ഹേ. ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ നിന്ന് പോവുകയാണ്. എൻ്റെ ബാഗ് എടുക്കാൻ ആരെങ്കിലും സഹായിക്കുമോ? ക്യാ കോയി മേരി ബാഗ് ഉഠാനേ മേ മദത് കർ സക്താ ഹേ. ബാഗ് ഉഠാന എന്ന് പറഞ്ഞാൽ ബാഗ് എടുക്കുക. സഹായിക്കുമോ എന്നുള്ളതിന് മദത് കർണ. ക്യാ കോയി മേരി ബാഗ് ഉഠാനേ മേ മദത് കർ സക്താ ഹേ. ആരെങ്കിലും ബാഗ് എടുക്കാൻ എന്നെ സഹായിക്കുമോ? ക്യാ കോയി മേരി ബാഗ് ഉഠാനേ മേ മദത് കർ സക്താ ഹേ. ഞങ്ങൾക്ക് ഇവിടെ താമസിച്ചിട്ട് ഇഷ്ടപ്പെട്ടു. ഹമേ യഹാൻ രഹിക്കർ അച്ഛാ ലഗ. അച്ഛാ ലഗ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. താങ്കളുടെ ഹോട്ടലിൽ കുറച്ചുകൂടി നല്ല സർവീസ് കൊടുക്കണം. ആപ്കെ ഹോട്ടൽ മേ തോടാ ഓർ അച്ഛാ സർവീസ് ദേനാ ചാഹിയേ. ബാർ ബാർ സുൻകെ ബോൾനെ കാ പ്രാക്ടീസ് കീജിയേ. വീണ്ടും വീണ്ടും കേട്ട് പറയാൻ വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യുക. പഴയ വീഡിയോസും ഒക്കെ കണ്ട് നിത്യവും കേട്ടോണ്ടിരിക്കുക. അപ്പോഴേ നമ്മുടെ വായിക്കകത്ത് പെട്ടെന്ന് വരത്തുള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതാണ്. എൻ്റെ ചാനലുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വിലയേറിയ കമൻസ് ഇടുകയും ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും എല്ലാം വളരെ വിലപ്പെട്ടതാണ്. താങ്ക് യു.